കരുണയിൻ സാഗരമേ, ശോകക്കൊടുവയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താൻ. കൃപയാരുക കൃപയാരുക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയരുൾക. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കണം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ ഹാലിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന്. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കടന്നു വരുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം പറയുവാനും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. ജയത്തോടവരെ നടത്തണമേ. അവരുടെ ഭാവിയെ കരുതിക്കൊള്ളണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം എടുക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കർത്താവെ തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തൈകളും കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെല്ലാം വളർത്തിത്തരണം. ബാലപീടിയിൽ നിന്ന് വിടുവിച്ചുകൊള്ളുമാറാകണം. ദൈവകൃപയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് അവിടുന്ന് കൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഒരു കഷ്ടമോ സങ്കടമോ ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം ദിനംതോറും വേണ്ടുന്നത് ശ്രേഷ്ഠകരമായി കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും വാഹനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. ആപത്തപടുകളിൽ എല്ലാവരെയും വിടുവിച്ചേ മതിയാകുമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ വരയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പച്ച, അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു. സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം ഒരുക്കിക്കാട്ട് കർത്താവ്. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കിക്കാട്ട് കർത്താവ്. അനാഥരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിധവകളെ സംരക്ഷിച്ച് കർത്താവെ സംരക്ഷിക്കുന്ന കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നപ്പാ. എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്ര. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ ദൂരത്തും ചാരത്തുമായിട്ടുണ്ടപ്പാ. അവരെയും കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. സുരക്ഷിതമായി നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. എല്ലാ നന്മയും അനുഗ്രഹങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി മാനിക്കുമാറാകണം. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ നാഥ. അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളും സ്വർഗമറിഞ്ഞ് സഹായിക്കണമേ. അങ്ങ് പ്രവൃത്തിയിൽ ഭയങ്കരന അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും അടിമപ്പെട്ട അനേക ജീവിതങ്ങളുണ്ട് കർത്താവ്. ഒരേ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാനസാന്തരം നൽകിയേ മതിയാകും. ഫോണിന് അടിമപ്പെട്ടവർ, മേച്ചമായ ജീവിതം നയിക്കുന്നവർ, ഹാലലിയ കൂട്ടുകാർക്ക് അടിമപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവ്. വിടുതൽ തരണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം 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 കർത്താവ്. ഈ സമയത്ത് ഹാലലുയ്യ കർത്താവ്, ഹാലലുയ്യ. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, വയറ്റിൽ മൊഴിയുള്ളവർ, ആമേൻ ഹല്ലേലൂയ കർത്താവേ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ,
ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ തലമുടി മുഴുവൻ കൊഴിയുന്നൊരു ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കൈകാലുകൾക്ക് വേദനയുള്ളവർ, അസ്ഥികളെ കർത്താവെ ഹാലലി വേദനയുള്ളവർ, അസ്ഥികളെ ഹാലലി കർത്താവെ പൊടിയുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമായ കർത്താവെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്, ശരീരവാസകല നീർക്കെട്ടുള്ളവരുണ്ട് കർത്താവ്. അതിവേദനകൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. ഏൽപ്പിച്ചു തരുന്നു. ആമേൻ കർത്താവെ. അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സൗഖ്യത്തെ ദാനം ചെയ്താട്ട് കർത്താവ്. ദൈവമേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഹാലലുയ്യ കർത്താവെ സ്തോത്രം. മാനസികമായ ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവർ എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ആമേൻ. തലവേദനയാൽ ഭാരമുള്ളവർ, തലയ്ക്കകത്ത് ഹാലലുയ്യ കർത്താവെ നീർക്കെട്ടുള്ളവർ, ആമേൻ. ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവർ കർത്താവെ അവരെല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഒരു കാര്യം അസാധ്യമല്ല, നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. നിശ്ചയമായും തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കും. ഓരോ മക്കൾക്കോടുന്ന് സൗഖ്യം നൽകും. ഞങ്ങൾ മുഖത്തുമേറി സാക്ഷ്യം കയറിയിട്ട് സ്വർഗം ഇടിയാക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. മദ്യത്തിനും മയക്കുമരുന്നിനും കഴിയുന്നവർക്ക് മാനസാന്തരം നൽകണം. അവരെല്ലാവരും കർത്താവിൻ്റെ വകയായി മാറണം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം അയക്കുമാറാകണം. എൻ്റെ കർത്താവേ നീ ഇറങ്ങണമേ, ആകാശം ചായച്ചിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. എല്ലാറ്റിന്മേലും മറുപടി തരും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യും. ഹാലലുയ കർത്താവ്. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണം. ഹാലലുയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സുവിശേഷ വേലകളെ വേലക്കാരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.